യുടെ ചരിത്രത്തെയും സമകാലികതയെയും സമന്വയിപ്പിക്കുന്ന വിശാലമായ സാംസ്കാരിക ഭൂമികയാണ് കാട്ടാൽ പുസ്തകം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. ഉദ്ഘാടകനായിരുന്ന പ്രിയങ്കരനായ മന്ത്രി ശ്രീ സി പി ജോൺ, അതോടൊപ്പം വിശിഷ്ട അതിഥികൾ വേദിയിലേക്ക് എത്തുകയാണ്. വർഷങ്ങൾക്കിപ്പുറം കാട്ടാക്കട എന്ന ഗ്രാമത്തിന്റെ സർക്കാർ പദചലനങ്ങൾക്കൊപ്പം അടയാളപ്പെടുത്തുന്ന മാനവിക സ്വാഗതം. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന വിശിഷ്ട പ്രതിനിധികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകമേളയുടെ ഈ പ്രൗഢ കാട്ടാക്കടയുടെ ദേശീയ ഉത്സവമായി നമ്മൾ കൊണ്ടാടുന്ന കാട്ടാൽ പുസ്തകമേളയുടെ ഈ വർഷത്തെ അധ്യായത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഉദ്ഘാടകൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ സി പി ജോൺ അവர்களാണ്. അദ്ദേഹം ഞങ്ങളുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏർപ്പെട്ട് ജനപ്രതിനിധിയായി മത്സരിച്ച് കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് എല്ലാം വരുന്നതിന് മുമ്പ് കാട്ടാൽ പുസ്തകമേളയുമായി ബന്ധപ്പെട്ട് കാട്ടാൽ പുരസ്കാരം സമർപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പത്രക്കാരുമായി ആ വിവരം പങ്കുവയ്ക്കാൻ ഒരു പത്രസമ്മേളനം നടത്തുവാൻ ഞങ്ങൾ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ഐ വി സതീഷും അഡ്വക്കേറ്റ് ജി സ്റ്റീഫനും സുരേഷും ഞാനും മറ്റ് സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് പ്രസ് ക്ലബിൽ പത്രസമ്മേളനത്തിന് കയറുമ്പോൾ പ്രിയപ്പെട്ട സൗ സി പി ജോൺ അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം കഴിഞ്ഞിറങ്ങുന്ന സമയമായി. ആ സമയം ഞങ്ങളോട് സ്വകാര്യമായ വർത്തമാനം പറയുന്നതിനിടയിൽ ഞങ്ങൾ ഈ കാര്യം പറയുകയും അങ്ങ് ഏതെങ്കിലും ഒരു യോഗത്തിൽ ദയവായി സംബന്ധിക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായും കാട്ടാൽ പുസ്തകമേളയെ സംബന്ധിച്ച് എനിക്കറിയാം, അപ്പോൾ സതീഷ് അങ്ങനെ പറയേണ്ട കാര്യമില്ല, ഞാൻ തീർച്ചയായും വരുമെന്ന് അന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് MLA ആയി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട് 22-ാം തീയതി അല്ലേ എന്ന് അദ്ദേഹം വീണ്ടും ചോദിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷവും ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചപ്പോഴും പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് 22-ാം തീയതി വൈകുന്നേരം 6 മണിക്കല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അങ്ങനെ ഈ മേളയോട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണ് സമയത്ത് ഈ ഉദ്ഘാടന സെഷൻ അവസാനിക്കണം, അവാർഡ് വിതരണം നടത്തണം. അത് കഴിഞ്ഞാൽ ശ്രീ പന്തളം ബാലന്റെ ഗാനമേള ഇന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്രണയവും പിന്നിലുപേക്ഷിച്ച് അഭയാർത്ഥി ജീവിതം തിരഞ്ഞെടുക്കേണ്ടി വന്ന ആളാണ് തപോമയിയുടെ അച്ഛൻ. അഭയാർത്ഥിത്വം എന്നത് മലയാളിക്ക് അത്ര പരിചിതമായ അനുഭവമല്ല. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഐ വി സതീഷിനെയും കാട്ടാക്കട മുരുകനെയും തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് കണ്ടുമുട്ടി. എനിക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നിരുന്നില്ല ഇതുപോലൊരു സാംസ്കാരിക പരിപാടിയിലേക്ക് ക്ഷണിച്ചാൽ അവിടെ വരുന്നതിനെ കുറിച്ച്. തീർച്ചയായും ഞാൻ ഈ കാട്ടാൽ പുസ്തകമേള നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാനവിടെ കയറി
പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മന്ത്രിസഭാംഗമായി ചാർജ് എടുത്തതിന് ശേഷം തിരുവനന്തപുരത്തിന് പുറത്ത് അല്ലെങ്കിൽ തലസ്ഥാനത്തിന് പുറത്ത് ഒരു വിപുലമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് യാദൃശ്ചികമായിരിക്കാം ഇത് ആദ്യത്തെ പരിപാടിയാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് അത് ആലോചിച്ചത്. എന്തായാലും നമ്മളെല്ലാം വളരെ സുഹൃത്തുക്കളാണ്. അതിൽ വേണം മാത്രമാണ് വളരെ ജൂനിയറായിട്ടുള്ള ഒരു കുട്ടി. പക്ഷെ ആ കുട്ടി ഇന്ന് കേരളത്തിൻ്റെ വലിയൊരു തീപ്പന്തമായി നിൽക്കുന്ന കുട്ടിയാണ്. എന്തായാലും ശരി, ഞാൻ നീണ്ട ഒരു പ്രസംഗത്തിനൊന്നും തയ്യാറാവുന്നില്ല. ഇതൊരു സാംസ്കാരിക യോഗമാണ്, ഒരു പുസ്തകമേളയാണ്. പുസ്തകം വായിക്കാൻ നിർബന്ധിക്കപ്പെട്ട കുട്ടികളാണ് ഞങ്ങളെല്ലാം. സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രത്യേകിച്ചും വെക്കേഷൻ വന്നാൽ പുസ്തക വായന വർദ്ധിപ്പിക്കണം എന്നൊരു നിയമം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. കാരണം എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ രണ്ട് കാരണം കൊണ്ടാണ് വായിപ്പിക്കുന്നത്. ഒന്ന്, കുട്ടികൾ അടങ്ങിയിരിക്കണം, മാത്രമല്ല കുട്ടികൾ സാമാന്യമായി വായിച്ചിരിക്കണം. അപ്പം അത് വായിക്കാൻ പഠിച്ചിരുന്നു. നമ്മുടെ പ്രിയങ്കനായ ഹിരൺദാസ് മുരളിക്ക് ഈ വർഷത്തെ കാട്ടാൻ പുരസ്കാരം സമർപ്പിക്കുന്നു. 1 ലക്ഷം രൂപയും പ്രശസ്തി ഗായകനാണ് ഹിരൺദാസ് മുരളി വേടൻ. വണക്കം. ഈ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് കൊച്ചുമക്കള്, ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഒരു പുസ്തകമേള 10 ദിവസത്തെ ഉത്സവമായി ആഘോഷിക്കുക എന്ന് പറയുന്നത് അത് കാട്ടാക്കടയിൽ മാത്രം നടക്കുന്ന ഒരു വലിയ പ്രിവിലേജ് തന്നെയാണ്. അപ്പൊ അത് ആസ്വദിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഈ 10 ദിവസത്തിനുള്ളിൽ ഒരു 2 പുസ്തകമെങ്കിലും ഇവിടെ നിന്ന് വാങ്ങിച്ച് വായിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും അത്. വായിക്കുക. എന്നെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഇടത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന് വിട്ടത് വായനകളാണ്. ഞാനും എപ്പോഴും എൻ്റെ അനിയന്മാരോടും അനിയത്തിമാരോടും പറയുന്ന ഒരു കാര്യം, പുസ്തകം നമ്മളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റും. സംഭവം നമ്മുടെ കയ്യിൽ എല്ലാ ആധുനിക ടെക്നോളജികളും ഉണ്ട്. നമ്മുടെ കയ്യിൽ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ വിരലിന്റെ അറ്റത്ത് എല്ലാ ഇൻഫർമേഷൻസും നിൽക്കുന്ന ഒരു സമയത്ത് ആണെങ്കിൽ കൂടി പുസ്തകം നിങ്ങളെ ഇച്ചിരി കൂടി കരുണയുള്ള മനുഷ്യനാക്കി മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ദയവ് ചെയ്ത് പുസ്തകങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് അതിനുള്ള ഏറ്റവും വലിയ അവസരമാണിത്. ഈ അവസരം നിങ്ങൾ തന്നതിന് കാട്ടാക്കട പുസ്തക മേളയുടെ എല്ലാ സംഘാടകർക്കും ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ താങ്ക് യു സോ മച്ച്. എന്നെ കാട്ടാൽ പുരസ്കാരത്തിന്റെ ഭാഗമായിട്ട് എന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ മിണ്ടേണ്ട ആളല്ല, ഞാൻ പാട്ട് പാടേണ്ട ആളാണ്. ഞാൻ പതുക്കെ പാട്ട് പാടിക്കോളാം. താങ്ക് യു. അദ്ദേഹത്തിന് വരുന്നത് വളരെ ദൂരെ നിന്ന് വരുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ കിരൺ, നിനക്ക് സാധാരണ കിട്ടുന്ന ട്രാൻസ്പോർട്ടേഷൻ പൈസ ഒന്നും തരാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ല, എന്നാലും മോശമല്ലാത്ത ഒരു കാശ് ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്നാ 1 രൂപ ഞാൻ വാങ്ങൂല, ഞാൻ നേരിട്ട് 1 രൂപ എന്റെ വണ്ടി, എന്റെ കൂട്ടുകാരനും ഞാനും എന്റെ വണ്ടിയുമായിട്ട് വരും. പക്ഷേ എനിക്ക് അത്യാവശ്യമായി യാത്ര ഉള്ളത് കൊണ്ട് എനിക്ക് ഗാനമേള പൂർണ്ണമായി നടത്താൻ കഴിയില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. ഞാൻ സാരമില്ല. അപ്പൊ അവിടുത്തെ നമ്മുടെ അടയാളങ്ങൾ ഉടഞ്ഞവരല്ലേ, ശ്വസിച്ചതല്ല പുകപടലമല്ലേ, ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ, കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ. ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ, കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ. ചിലപ്പോ